ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെല്ലൈക്കനും അമർത്തൂ. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്നലെ ജൂലൈ 17 പുറത്തു വന്നൊരു വാർത്തയാണ് പലരെയും ഞെട്ടിച്ചത്. ഒരു ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ വയോധിക ദമ്പതികൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ വാർത്ത കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ചോദ്യമുണ്ടായി. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് സുരക്ഷിതമാണോ? സത്യത്തിൽ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. പക്ഷെ അതിന്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചില ലളിതമായ സുരക്ഷാ മുൻകരുതലുകളാണ്. ആദ്യം, ഫ്രിഡ്ജിന് പിന്നിൽ പൊടി അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നത് നല്ലതാണ്. രണ്ടാമതായി, ഫ്രിഡ്ജ് മതിലിനോട് ചേർത്ത് വെക്കരുത്. പിന്നിൽ കുറച്ച് സ്ഥലമുണ്ടായിരിക്കണം. അപ്പോൾ ചൂട് പുറത്തേക്ക് പോകാൻ സൗകര്യമാകും. മൂന്നാമതായി, പ്ലഗും വയറും ഇടയ്ക്കിടെ പരിശോധിക്കൂ. ചൂടാകുന്നുണ്ടോ, വയർ കേടായിട്ടുണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ ഉപയോഗം നിർത്തി വിദഗ്ധനെ വിളിക്കണം. നാലാമതായി, ഫ്രിഡ്ജ് ഒരേ എക്സ്റ്റൻഷൻ ബോർഡിൽ നിരവധി ഉപകരണങ്ങളോടൊപ്പം കണക്ട് ചെയ്യാതിരിക്കുക. കഴിയുന്നതും പ്രത്യേകം സോക്കറ്റിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അഞ്ചാമതായി, ഫ്രിഡ്ജിൽ നിന്ന് കത്തുന്ന മണമോ അസാധാരണ ശബ്ദമോ വന്നാൽ അതൊരിക്കലും അവഗണിക്കരുത്. ഉടൻ പ്ലഗ് ഓഫ് ചെയ്ത് യോഗ്യതയുള്ള ടെക്നീഷ്യനെ വിളിക്കുക. ഇനിയൊരു പ്രധാന കാര്യം, ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഔദ്യോഗിക അന്വേഷണം പൂർത്തിയാകുമ്പോഴേ വ്യക്തമായി അറിയാൻ കഴിയൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ നമ്മൾ ചെയ്യേണ്ട സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 5 മിനിറ്റ് സമയമെടുത്ത് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജൊന്ന് പരിശോധിക്കൂ. ചെറിയൊരു ശ്രദ്ധ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ടിപ്പ് 6, ഫ്രിഡ്ജിൽ അമിതമായി സാധനങ്ങൾ നിറയ്ക്കരുത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും ഫ്രിഡ്ജിൽ സ്ഥലം കിട്ടുന്നത്ര സാധനങ്ങൾ നിറച്ചുവെക്കും. പക്ഷെ ഇത് നല്ല ശീലമല്ല. ഫ്രിഡ്ജിനുള്ളിൽ തണുത്ത വായു എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കണം. അമിതമായി സാധനങ്ങൾ നിറച്ചാൽ ആ വായു ശരിയായി സഞ്ചരിക്കില്ല. അപ്പോൾ ഫ്രിഡ്ജിന് കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും. അതോടെ വൈദ്യുതി ചെലവും കൂടും. ഉപകരണത്തിന് കൂടുതൽ സമ്മർദ്ദവുമുണ്ടാകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വെക്കുക. ഇടയ്ക്കിടെ കാലാവധി കഴിഞ്ഞ ഭക്ഷണങ്ങൾ എടുത്തു കളയുകയും ഫ്രിഡ്ജ് വൃത്തിയാക്കുകയും ചെയ്യുക. ടിപ്പ് 7, വൈദ്യുതി പോയ ഉടനെ വീണ്ടും വീണ്ടും ഓൺ ചെയ്യരുത്. ഇനി ഒരു കാര്യം കൂടി, വൈദ്യുതി പോയി ഉടനെ വന്നാൽ ചിലർ ഫ്രിഡ്ജ് ഓഫാക്കി വീണ്ടും ഓൺ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പ്ലഗ് ഊരി വീണ്ടും കുത്താറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വൈദ്യുതി വിതരണത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണെങ്കിൽ ഒരു നല്ല നിലവാരമുള്ള വോൾട്ടേജ് സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിനെ സംരക്ഷിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ മോഡലിന് അത് ആവശ്യമാണോ എന്ന് നിർമ്മാതാവിന്റെ നിർദ്ദേശം പരിശോധിക്കുകയോ ടെക്നീഷ്യനോട് ചോദിക്കുകയോ ചെയ്യാം. സുഹൃത്തുക്കളെ, ഒരു വാർത്ത കേട്ടിട്ട് പേടിക്കുകയല്ല വേണ്ടത്. മറിച്ച് അതിൽ നിന്ന് ഒരു പാഠം പഠിച്ച് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ കിച്ചൺ ടിപ്സ്, ഹോം ടിപ്സ്, സേഫ്റ്റി ടിപ്സ് എന്നിവയ്ക്കായി ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.